ഹായ്. സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്ക് എയർടെല്ലും ജിയോയുമായിട്ടൊക്കെ കരാറിൽ ഒപ്പിട്ടെന്ന് നമ്മൾ പത്രത്തിലും ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഈ സ്റ്റാർലിങ്ക്? സ്റ്റാർലിങ്ക് എന്നുള്ള ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് ഇലോൺ മാസ്ക്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്പേസ് ഏജൻസിയായ സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥനാണ് ഇലോൺ മാസ്ക്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സർവീസാണ് ഈ സ്റ്റാർലിങ്ക് എന്നുള്ളത്. ഈ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ലോകത്തിൻ്റെ പല രാജ്യങ്ങൾക്കും. അത് US തുടങ്ങിയത്. ഇപ്പം 37ഓളം രാജ്യങ്ങൾക്ക് ഈ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്? നോർമലി നമ്മൾ ഒപ്റ്റിക് ഫൈബർ വഴിയുള്ള ഇൻ്റർനെറ്റ്, പിന്നെ മൊബൈലിൽ 3G 4G ഇപ്പോൾ 5G അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് എല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ അടുത്ത കാലത്തായിട്ട് എയർ ഫൈബർ എന്നുള്ള 5G ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ജിയോയുടെയും എയർടെലിൻ്റെയൊക്കെ നമ്മുടെ വീട്ടിൽ പലരും പല വീടുകളിലും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലൊരു ഇൻ്റർനെറ്റ് സർവീസാണ് ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ്. ഇപ്പം നോർമലി 3G 4Gയും 5G ഒക്കെ ഒരു മൊബൈൽ ടവറിൽ നിന്ന് നമുക്കുടെ ഫോണിലോട്ട് കിട്ടുന്ന സിഗ്നൽ പോലെ സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് ഇൻ്റർനെറ്റ് സർവീസ് കിട്ടുന്നതാണ് ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് എന്നാണ്. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു റിലയൻസിൻ്റെ എയർ ഫൈബർ ഒരു ആൻറ്റിന നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ടടുത്തുള്ള 5G ടവറിൽ നിന്നുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴും ആ ഇൻ്റർനെറ്റ് നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റാർലിങ്കിൻ്റെ ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർലിങ്കിൻ്റെ സാറ്റലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എപ്പോഴും നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് മുമ്പേ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 36,000 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളുടെ സഹായത്തോടുകൂടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ. പക്ഷെ അതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ലേറ്റൻസിയാണ്. അതായത് ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരെയുള്ള സാറ്റലൈറ്റ് ആയതിനാൽ തന്നെ ഇവിടെ നിന്നൊരു സിഗ്നല് അവിടെ എത്തുന്നതിനായിട്ട് കുറച്ച് കാലതാമസം കിട്ടും. അതിനെ ലേറ്റൻസി എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 240 മില്ലി സെക്കൻഡോളം എടുക്കും ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഈ സാറ്റലൈറ്റിലോട്ട് ഒരു സിഗ്നൽ എത്തുന്നതിന് വേണ്ടി. അപ്പം തിരിച്ചും അതുപോലെ എടുക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ലേറ്റൻസി, അതായത് ഒരു താമസം എടുക്കുന്നതിനാൽ തന്നെ ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസിന് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്ര നന്നായിട്ട് നല്ല സ്പീഡായിട്ടൊന്നും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പം അത് കണ്ടിട്ടാണ് ഈ ഇലോൺ മാസ്ക് ഇങ്ങനെ ഒരു പുതിയൊരു ആശയമായിട്ട് മുന്നോട്ട് വരുന്നത്. 2018 ഫെബ്രുവരിയിലാണ് സ്റ്റാർലിങ്ക് ആദ്യമായിട്ട് 2 സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. അത് ലോ എർത്ത് ഓർബിറ്റിലായിരുന്നു. അതായത് ഏകദേശം ഈ 36,000 കിലോമീറ്ററിലുള്ള സാറ്റലൈറ്റിന് പകരം 550 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ 2 സാറ്റലൈറ്റുകളെ ഈ സ്റ്റാർലിങ്ക്, അതായത് ഇലോൺ മാസ്കിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്റ്റാർലിങ്ക് വിക്ഷേപിക്കുകയാണ്. ഈ സ്റ്റാർലിങ്ക് അപ്പം 36,000 കിലോമീറ്റർ പോയിട്ട് വരുന്നതിനുള്ള സമയത്തിനാണ് ഈ 550 കിലോമീറ്റർ പോയിട്ട് വന്നത്. അപ്പം വളരെ കുറച്ചുള്ള ലേറ്റൻസിയിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും. അത് ഏകദേശം ഈ 240 മില്ലി സെക്കൻഡിൽ നിന്ന് 25 മില്ലി സെക്കൻഡായിട്ട് കുറയ്ക്കാൻ ഈ ഒരു ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾക്ക് കഴിയും. അപ്പം അതിനാൽ തന്നെ ആ പുള്ളി അപ്പോഴേ വിചാരിച്ചു ഇത് ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള രീതി. 2 സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ച് അത് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ വന്നപ്പോൾ വീണ്ടും 60ഓളം സാറ്റലൈറ്റുകൾ 2019 വിക്ഷേപിക്കുകയാണ്. അങ്ങനെ ഏകദേശം ചെറിയൊരു ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെ 2020 നവംബറിൽ ഈ സ്റ്റാർലിങ്കിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് US പബ്ലിക്കിന് വേണ്ടി ഒരു ബീറ്റ വെർഷനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ അത് ടെസ്റ്റിംഗ് നടത്തുന്നു. നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനനുസരിച്ചാണ് പിന്നെ അങ്ങോട്ട് വ്യാപിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം ഈ ലോവർ ഓർബിറ്റിൽ സ്റ്റാർലിങ്കിന് 7086 സാറ്റലൈറ്റ് ഇപ്പം നിലവിലുണ്ട്. അതിൽ 7052ഓളം സാറ്റലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് 12,000 സാറ്റലൈറ്റുകളായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ സ്റ്റാർലിങ്കിൻ്റെ ഉദ്ദേശം. ഇപ്പോഴ് വേൾഡിലെ ലാർജസ്റ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനാണ് ആ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഈ സ്റ്റാർലിങ്കിനാണ്. ഈ സ്റ്റാർലിങ്കിൻ്റെ സാറ്റലൈറ്റ് ഒരു സാറ്റലൈറ്റിന് ഏകദേശം 260 കിലോയാണ് ഭാരം.
ഒരു സൈഡിലാണ് സോളാർ പാനൽ. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സാറ്റലൈറ്റിനൊക്കെ രണ്ട് സൈഡിൽ സോളാർ പാനൽ, പക്ഷേ ഈ സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റിന് ഒരു സൈഡിലാണ് സോളാർ പാനൽ. പിന്നെ ഇതിന്റെ പ്രൊപ്പൽഷൻ, അതായത് ഓർബിറ്റ് കറക്ഷനൊക്കെ വേണ്ടി ഇലക്ട്രിക് പ്രൊപ്പൽഷനാണ് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ സ്പേസ് എക്സിന്റെ തന്നെ ഫാൽക്കൺ 9 എന്നുള്ള പേടകത്തിൽ, അതായത് ലോഞ്ച് വെഹിക്കിളിലാണ് ഈ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത്. ഇനി എങ്ങനെയാണ് സാധാരണ ഒരു വീട് അല്ലെങ്കിൽ സാധാരണ ഒരു ആള് ഈ സ്റ്റാർലിങ്കിൻ്റെ ഉള്ള കണക്ഷൻ എടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി പ്രധാനമായിട്ട് ഒരു ആന്റിന, അതായത് സാറ്റലൈറ്റിനെ ഫേസ് ചെയ്യുന്ന ഒരു ആന്റിനയും ഒരു റൗട്ടറും ആണ് വേണ്ടത്. പിന്നെ അവർക്ക് തന്നെ ആന്റിനയും റൗട്ടറും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആന്റിനയും റൗട്ടറും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഈ സ്റ്റാർലിങ്ക് വളരെ ഒരു പ്രത്യേക ഒരു മോഡേൺ ആയിട്ടുള്ള ആന്റിനയാണ് അവർ ഈ ഒരു സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഇലക്ട്രോണിക് ഫേസ്ഡ് അറേ ആന്റിന എന്ന് പറയും. അതായത് ഒരു മൈക്രോ ആന്റിനാസിന്റെ ഏകദേശം ഒരു 1280ഓളം സ്മോൾ ആന്റിനാസ് ചേർന്ന ഒരു ചെറിയൊരു പ്ലേറ്റ് പോലിരിക്കുന്ന ഒരു ആന്റിനയാണ് ഈ സ്റ്റാർലിങ്കുകാർ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആന്റിനയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഫീൽഡ് ഓഫ് വ്യൂ ഭയങ്കര കൂടുതലാണ്. 110 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ. അതായത് കുറേ നേരം നമുക്ക് സാറ്റലൈറ്റിനെ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിന് നമുക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടാൻ പറ്റും. കാരണം നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഈ 36,000 കിലോമീറ്ററിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അത് ഈ ഒരു സാറ്റലൈറ്റേ ആവശ്യമുള്ളൂ. ഒരു സാറ്റലൈറ്റിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആന്റിനയെ ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടുത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആന്റിന ഫിക്സഡ് ആണ്, പക്ഷെ സാറ്റലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. അതായത് ലോ ഓർബിറ്റ് ആയതിനാൽ തന്നെ 1.5 മണിക്കൂറിൽ കൊണ്ട് ഈ ഒരു സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സാറ്റലൈറ്റിന് ഒരു ആന്റിനയിലോട്ട് ഏകദേശം 4 മിനിറ്റ് വിസിബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു സാറ്റലൈറ്റ് വന്ന് ആ ആന്റിനയ്ക്ക് ഇന്റർനെറ്റ് കൊടുത്തു കഴിഞ്ഞ് 4 മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പോൾ അടുത്ത സാറ്റലൈറ്റ് അത് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചെയിനായിട്ടാണ് എപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ ആന്റിനയ്ക്ക് ഇന്റർനെറ്റ് ഇങ്ങനെ മുറിയില്ലാതെ, അതായത് അതിൻ്റെ ബ്രേക്ക് ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സാറ്റലൈറ്റുള്ള ഏകദേശം 28,000 കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡിലാണ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡാണ്. ഏകദേശം 4 മിനിറ്റേ നമുക്ക് ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുകയുള്ളൂ ഈ ആന്റിനയ്ക്ക് വേണ്ടി. അപ്പം എപ്പോഴും ആ ഒരു സാറ്റലൈറ്റ് ഫീൽഡിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ ഈ ആന്റിനയ്ക്ക് കിട്ടുകയാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു മൊബൈല് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടവറിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷേ കാർ ഇങ്ങനെ പോകുമ്പം അടുത്ത ടവറിൻ്റെ റേഞ്ചിലോട്ട് വരുമ്പം ആ ടവറിന് മതിയായ സിഗ്നൽ ഉണ്ടെങ്കിൽ ഇത് നേരെ നമ്മുടെ മൊബൈല് നേരെ അടുത്ത ടവറിലോട്ട് സ്വിച്ച് ചെയ്യും. പക്ഷെ നമ്മൾ അറിയില്ല. അപ്പം അതുപോലെയാണ് ഈ ഒരു സാറ്റലൈറ്റ് അടുത്ത സാറ്റലൈറ്റുമായിലോട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്താണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെയുള്ള ഇന്റർനെറ്റ് ഈ സ്റ്റാർലിങ്കിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഈ സ്റ്റാർലിങ്കിന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു 5Gയുടെ ഏകദേശ സ്പീഡ്, നമുക്ക് 5G അത്ര ഇല്ലെങ്കിലും ഏകദേശ സ്പീഡ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു സ്പീഡ് ഈ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പം USA ഏകദേശം 30,000 രൂപയാണ് ഒരു ഇൻസ്റ്റലേഷന് അവർ ഈടാക്കുന്നത്. അതായത് ഏകദേശം $350. പിന്നെ മാസം തോറും ഏറ്റവും കുറഞ്ഞ പ്ലാന് തന്നെ $50, അതായത് ഒരു 4,500 രൂപയാണ് ഏറ്റവും കുറഞ്ഞ പ്ലാൻ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി സാധാരണ ഇന്റർനെറ്റ് സർവീസിൽ നിന്ന് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ഈ ഒരു സ്റ്റാർലിങ്ക് എന്നുള്ളത്. അത് ഉറപ്പായിട്ടും എക്സ്പെൻസീവ് തന്നെയായിരിക്കും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ യൂസ്, ഇപ്പം ഒരാള് നമ്മൾ ഇപ്പം ക്യാമ്പിങ്ങിന് അതായത് റിമോട്ട് ഏരിയാസിലോട്ട് പോകുന്ന ഒരാൾ, അപ്പോൾ അയാൾക്ക് പലപ്പോഴും ഇന്റർനെറ്റ് കിട്ടാതെ വരും. ഇന്റർനെറ്റ് അല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും ഇല്ലാതെ വരും. അപ്പോൾ അവിടെയൊക്കെ ഇവരുടെ തന്നെ ഒരു റോമിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആന്റിന സെറ്റപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയോ അതിൻ്റെ വൈഫൈ ഏരിയയിലോട്ട് നമുക്ക് ഫുള്ള് ഇന്റർനെറ്റ് കിട്ടും. പിന്നെ കൂടാതെ തന്നെ അവരുടെ തന്നെ ആന്റിന വെച്ചിട്ട് നമ്മളപ്പം കാരവാൻ പോലെയുള്ളതിൻ്റെയൊക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇന്റർനെറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ കൂടാതെ ഫോറസ്റ്റിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഫോറസ്റ്റ് ഓഫീസസ്, പിന്നെ അതുമാത്രമല്ല പലപ്പോഴും നമ്മൾ റിമോട്ട് ഏരിയാസിൽ പല എക്സ്പെരിമെന്റുകൾക്ക് വേണ്ടിയുള്ള സെറ്റപ്പുകൾ ഉണ്ടാകും. അപ്പോൾ വെതർ ൻ്റെത്, പിന്നെ അതുപോലെ തന്നെ പോലീസിൻ്റെയൊക്കെ
വയർലെസ്സിൻ്റെ റിലേ സ്റ്റേഷൻസ്, പിന്നെ അത് മാത്രമല്ല ചില റിമോട്ടിലുള്ള തന്നെ ഫോറസ്റ്റ് ഓഫീസസ്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഇൻ്റർനെറ്റൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ അതിനേക്കാളും ഏറ്റവും പ്രധാനമാണ് ഷിപ്പുകളിൽ. നമുക്ക് ഷിപ്പുകളിൽ ഏകദേശം ഈ കരയിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മൊബൈൽ റേഞ്ച് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ഷിപ്പുകളിൽ ഇതിൻ്റെ ഒരു ആൻറ്റിന വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പരിഹരിക്കാം. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എയ്റോപ്ലെയിനിൽ. ഇപ്പോൾ എയ്റോപ്ലെയിനിൽ, അതായത് നമ്മളെ വിമാനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതിനകത്തുള്ള ഇൻ്റർനെറ്റ് സർവീസ്. അപ്പോൾ ഇൻ്റർനെറ്റ് സർവീസ് ചിലതൊക്കെ കൊടുക്കണമെങ്കിലും ഇതാണ് ഇങ്ങനത്തെ ലോ സ്പീഡും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സർവീസൊക്കെയാണ്. അപ്പം പക്ഷേ ഇത് വരുന്നതുകൂടി ഈ ഇൻ്റർനെറ്റ് സർവീസിൻ്റെ റേറ്റ് വളരെ കുറച്ച് വരും. ഒരുവിധപ്പെട്ട എല്ലാ ഫ്ലൈറ്റിലോട്ടും നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വളരെ ലെങ്തി ആയിട്ടുള്ള എയർ ട്രാവലിനൊക്കെ ഈ ഇൻ്റർനെറ്റ് സർവീസ് ഭയങ്കര നല്ലൊരു കാര്യമായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, എല്ലാ കാര്യങ്ങളും അപ്പോഴെപ്പോഴും അറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം അതൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 37 രാജ്യങ്ങൾ ആൾറെഡി ഈ സ്റ്റാർലിങ്കുമായിട്ട് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അവർ പലരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഈ സ്റ്റാർലിങ്കിൻ്റെ ഏറ്റവും കഴിഞ്ഞ വർഷം ഉണ്ടായ വേറൊരു ഒരു മാറ്റമാണ് അവർ ഡയറക്റ്റ് ടു മൊബൈൽ എന്നുള്ള ഒരു ടെക്നോളജിയും കൂടെ അവതരിപ്പിച്ചു. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് കുറച്ച് സാറ്റലൈറ്റുകൾ 2024 ജനുവരിയിൽ അവർ വിക്ഷേപിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഒരു സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് മൊബൈലിലോട്ട് നമുക്ക് സിഗ്നൽ കിട്ടും. അപ്പോൾ അത് അവർ അത്ര വലിയ ബാൻഡ് വിഡ്ത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിലും SMS, വാട്സാപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഭാവിയിൽ ഉറപ്പായിട്ടും അതൊരു വിപ്ലവമായിരിക്കും എന്ന് തന്നെ വിചാരിക്കും. കാരണം അപ്പം ലോകത്തിലെവിടെയും മൊബൈലിൻ്റെ റേഞ്ച് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഈ മൊബൈൽ ടവറുകളൊക്കെ മിക്കവാറും അത് ആവശ്യമില്ലാത്ത ഒരു ഇതിലോട്ട് വരും. ഇനി അഥവാ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അപ്പം ഈ മൊബൈൽ ടവറിലോട്ട് തന്നെ ഈ മൊബൈൽ സിഗ്നൽസ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ സാറ്റലൈറ്റിനെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോഴ് മൊബൈൽ ടവറുകൾ അടുത്ത മൊബൈൽ ടവറിൽ നിന്നാണ് ഈ മൊബൈൽ ടവറിലോട്ട് കിട്ടുക, അല്ലെങ്കിൽ ഒപ്റ്റിക് ഫൈബർ വഴിയായിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഡയറക്റ്റ് ടു സാറ്റലൈറ്റ് ആവാം, അല്ലെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ മൊബൈൽ ഫോണുകളും ഡയറക്റ്റ് സാറ്റലൈറ്റുമായിട്ട് ലിങ്കായി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വേറൊരു കാര്യമാണ് ഈ സ്റ്റാർലിങ്ക് പോലെ തന്നെ വേറൊരു കമ്പനിയുണ്ട്, OneWeb എന്ന് പറഞ്ഞാൽ. അത് UK ബേസ്ഡ് ആണ്, ഇത് US ബേസ്ഡ് ആണ്, അത് UK ബേസ്ഡ് ആണ്. അവരും ഇതുപോലെയുള്ള സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ ഇതുവരെയായിട്ടും 544 സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് അവരുടെ സാറ്റലൈറ്റിന് ഒരു സാറ്റലൈറ്റിന് ഏകദേശം 150 കിലോയാണ് ഭാരം. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്റ്റാർലിങ്ക് 550 കിലോമീറ്ററാണ് ഹൈറ്റ് എങ്കിൽ അതിൻ്റെ ഹൈറ്റ് 1200 കിലോമീറ്ററാണ് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ അത് കൊണ്ട് തന്നെ കുറച്ചുകൂടി മൈനറായിട്ടുള്ള ലേറ്റൻസി ഇഷ്യൂ വരാൻ സാധ്യത മൈനർ, അത് പക്ഷേ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അവരും ഇവരുടെ ഒരു കോമ്പറ്റേറ്ററാണ്. അപ്പം അതിന് ഇന്ത്യയായിട്ട് വേറൊരു ഒരു പ്രത്യേകതയുണ്ട്. ഈ 544-ൽ 72 സാറ്റലൈറ്റുകൾ നമ്മുടെ ഇന്ത്യയുടെ ഇസ്രോയാണ് അവർക്ക് ലോഞ്ച് ചെയ്ത് കൊടുത്തത്. ഇസ്രോയുടെ GSLV Mark 3 എന്നുള്ള ലോഞ്ച് വെഹിക്കിളിൻ്റെ M2, M3 മിഷൻസിലാണ് ഈ 72 സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്തത്. അതായത് 36 ഒരു ലോഞ്ചിലും അടുത്ത 36 അടുത്ത ലോഞ്ചിലും. അപ്പം അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ OneWebന്റെ ഒരു മേജർ ഷെയർ ഹോൾഡർ ഭാരതി ഗ്ലോബലാണ്. അതായത് ഈ എയർടെലിൻ്റെ മാതൃ കമ്പനിയായ ഭാരതി ഗ്ലോബലാണ് ഇതിൻ്റെ ഒരു മേജർ ഷെയർ. ബാക്കി ഷെയറുകൾ ഫ്രാൻസിലെ സാറ്റലൈറ്റ് കമ്പനിയായ എറ്റ്യൂൾസാറ്റ്, പിന്നെ ഗവൺമെൻറ്, UKയുടെ ഗവൺമെൻറ്, പിന്നെ ജപ്പാൻ സോഫ്റ്റ് ബാങ്ക്, അതൊക്കെയാണ് ബാക്കി ഷെയർ OneWebന്റെ. അപ്പോൾ OneWeb ഈ കൂടുതലും ഈ വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയുള്ള ഇൻ്റർനെറ്റ് സർവീസാണ് അവരുടെ ടാർഗറ്റ്. പക്ഷേ സ്റ്റാർലിങ്ക് നോർമൽ ഒരു സാധാരണ
സാധാരണ ഒരു ഇൻഡിവിജ്വലിനോട്ടുള്ള ഇന്റർനെറ്റ് സർവീസാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റാർനെറ്റ് ഇന്റർനെറ്റ് സർവീസ് ഒരു വിപ്ലവം ഉണ്ടാക്കുമെന്നുള്ളതിൽ ഒരു പ്രത്യേകതയില്ല. അപ്പം ഉടൻ മിക്കവാറും 1-2 ആഴ്ചക്കകത്ത് തന്നെ ഗവൺമെന്റ് പുതിയ റൂളൊക്കെ കൊണ്ടുവരും, അതിനുള്ള ലൈസൻസ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഓൾറെഡി എയർടെല്ലും ജിയോയും അത് ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ ഈ ഒരു സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സർവീസ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു.